ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ദിവസം കൂടെ, ഒരു നല്ല പ്രഭാതയാമം നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് ഇന്ന് രാവിലെ കാലം നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവമായ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിൻ്റെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നത്, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു പുതിയ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഞാൻ പറയുക, നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ വാതിലുകളൊക്കെ എൻ്റെ മുമ്പിൽ അടഞ്ഞു എന്ന് തോന്നുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, നമ്മുടെ മുമ്പിൽ വഴികളെ വാതിലുകളെ തുറക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ഹല്ലേലൂയ കൂടെയുള്ള നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഞാനിതാ പുതിയതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു വഴിയെ തുറക്കാൻ, പുതിയ വാതിലുകൾ തുറക്കാൻ കഴിയുന്ന ഒരു നല്ല അപ്പന നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വഴികളൊക്കെ അടഞ്ഞു തോന്നുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ, ഇന്ന് പകൽക്കാലം ആ ദൈവസന്നിധിയിൽ നമുക്ക് ഹല്ലേലൂയ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയത്ത് നല്ലൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ ഉള്ളം കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും വഹിച്ചു. ഞങ്ങളെ അങ്ങയുടെ ഹല്ലേലൂയ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ ഞങ്ങളെ കാത്തതിനായി ഇന്ന് രാവിലെ കാലം ഞങ്ങൾ നന്ദിയുള്ളവരായി ഹല്ലേലൂയ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പുതിയ വാതിലുകൾ തുറക്കാൻ കഴിയുന്ന ഒരു നല്ല അപ്പൻ ഞങ്ങളുടെ കൂടെയുള്ളതിനായി നന്ദി പറയുന്നു. ആമേൻ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിയുന്ന ഒരു നല്ല പിതാവ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ മക്കളുടെ ആമേൻ മുമ്പിൽ ഹല്ലേലൂയ വഴികളൊക്കെ അടഞ്ഞു എന്ന് തോന്നുന്ന ആമേൻ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇനി മുമ്പോട്ട് ഞാൻ എങ്ങനെ ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ എനിക്ക് ഒന്നും കഴിയുന്നില്ലല്ലോ എന്ന് ഭാരത്തോടെ ഇരിക്കുന്ന ആമേൻ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഈ ദിവസങ്ങളിൽ അങ്ങയുടെ പുതിയ വഴികൾ വാതിലുകൾ തുറക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കാട്ടുപോത്തുകളുടെ മുമ്പിൽ ഹല്ലേലൂയ ആമേൻ വഴി തുറക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന ആമേൻ അവസ്ഥകളിൽ വഴികൾ അടഞ്ഞിരിക്കുന്ന ആമേൻ ഭാരത്തോടെ ആയിരിക്കുന്ന ആമേൻ വിവിധ വിഷയങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ ഏത് വിഷയത്തിൻ്റെ മുമ്പിലാണോ അവരുടെ ജീവിതത്തിൽ വഴികൾ അടഞ്ഞിരിക്കുന്നത് അതിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം ഒരു പുതിയ വഴി തുറക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണെന്ന് തോന്നുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ മക്കളുടെ വിദ്യാഭ്യാസത്തിലാണോ, ആമേൻ അവരുടെ ഹല്ലേലൂയ ആമേൻ സാമ്പത്തിക വിഷയങ്ങളിലാണോ, ആമേൻ ഏത് അവസ്ഥകളിലും ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത തരത്തിൽ ആമേൻ ഒരു വഴി തുറക്കാൻ കഴിയുന്ന ഒരു നല്ല അപ്പൻ ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമെങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് ഞങ്ങളുടെ വചനമുണ്ടല്ലോ. ആമേൻ. യഹോവയെ കാത്തിരുന്നു കൊണ്ട് ആമേൻ ദൈവശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ച് ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് നോക്കി ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ ഈ നാളുകൾ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനം തകർന്നവരെ അവിടുന്ന് വിടുവിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹൃദയ നുറുക്കത്തോടെ ആമേൻ മനം തകർന്നവരായി ദൈവസന്നിധിയിൽ ആര് അടുത്തു വരുന്നോ ആമേൻ അവരുടെ മുമ്പിൽ ഇറങ്ങി വന്ന് ആമേൻ സഹായിക്കുന്ന ഒരു നല്ല അപ്പൻ ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അപ്പാ അങ്ങയുടെ സ്നേഹം കൊണ്ട് മക്കളെ നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ മേൽ പൊതിയട്ടെ. സ്നേഹത്തിൻ്റെ കൊടി ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പാ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ നിറയപ്പെട്ടവരായി മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ വചനപ്രകാരം ഈ ദിവസങ്ങൾ ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ പൂർണ്ണ നിയന്ത്രണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ഞങ്ങൾ ഓരോരുത്തരും നിലകൊള്ളുവാൻ ഈ നാളുകൾ അവിടുന്ന് ഇടയാക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, നിങ്ങൾ സാമേൻ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ അരുളി ചെയ്ത നല്ല ഒരു കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളതിനായി കർത്താവ് ഇതിൻ്റെ മക്കളുടെ ജീവിതത്തിലെ ആകുലതകൾ, ചിന്തകൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, മനപ്പീഡകൾ എല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. അവരുടെ ഉള്ളം സമാധാനം കൊണ്ട് നിറയപ്പെടട്ടെ. അവരുടെ ഹൃദയം ദൈവിക ഹല്ലേലൂയ സ്നേഹത്താൽ നിറയപ്പെടട്ടെ. അവരുടെ മുമ്പിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. തലമുറകളുടെ ഹല്ലേലൂയ വാതിലുകൾ ആമേൻ അവരുടെ ആമേൻ വിദ്യാഭ്യാസത്തിൻ്റെ വാതിലുകൾ, അവരുടെ ജോലിയുടെ വാതിലുകളാണോ അടഞ്ഞിരിക്കുന്നത്, ഈ ദിവസങ്ങൾ തലമുറയ്ക്ക് മുമ്പിൽ അത് തുറക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ വഴികൾ അടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങളുടെ മേൽ
ആമേൻ സാമ്പത്തികമായ വഴികൾ വാതിലുകൾ തുറക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ വിശേഷാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ രോഗത്താൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആണിപ്പെഴുതേറ്റ കരം അവരുടെ മേൽ വെക്കണമേ. ആമേൻ ഹല്ലേലൂയ അവരുടെ ജീവിതങ്ങളിൽ അവിടുത്തെ അടിപ്പിണരാനുള്ള സൗഖ്യം അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. ഹോസ്പിറ്റലുകളിലും മറ്റുമായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ അതിവേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവരുടെ കിടക്കയിൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഹല്ലേലൂയ അങ്ങയുടെ സാമീപ്യം ആ മക്കൾ അനുഭവിക്കട്ടെ കർത്താവേ. അപ്പോൾ അങ്ങയുടെ സ്നേഹം അവർക്ക് അറിയപ്പെടാം. ആമേൻ സ്നേഹത്താൽ അവർ നിറയപ്പെടട്ടെ. അങ്ങയുടെ കരം ആമേൻ ആ മക്കളുടെ ജീവിതങ്ങളിൽ മേൽ സ്പർശിക്കട്ടെ. അങ്ങയുടെ കരം ഹല്ലേലൂയ ആമേൻ ആമേൻ അവർ തിരിച്ചറിയാവുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് അവർ സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ മഹത്വം അവിടെ ഇറങ്ങട്ടെ. ആമേൻ ഭവനങ്ങളിൽ രോഗത്താൽ കഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ മേലും അങ്ങയുടെ കരം അവിടെ നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അതുപോലെ മറ്റ് ഭാരങ്ങളിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് ആമേൻ ഒറ്റപ്പെടലിൻ്റെ ആമേൻ ഭാരം അനുഭവിക്കുന്നവരുണ്ട്. ആമേൻ എനിക്ക് സഹായിക്കാൻ ആരുമില്ല, ആമേൻ എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ഞാൻ ഒരു വിഷയം പറയാൻ ആരുമില്ല എന്ന് ഭാരപ്പെടുന്ന തൻ്റെ മക്കളുടെ ജീവിതങ്ങളിൽ ഇറങ്ങി വന്ന് സഹായിക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ ഇറങ്ങിച്ചെന്ന് അവരോട് ചേർന്ന് നടന്ന ഒരു നല്ല അപ്പനാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആരും കൈവിട്ടാലും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ നല്ലൊരു പിതാവ് ഞങ്ങൾക്ക് കൂടെയുണ്ടെന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം ഞങ്ങളുടെ ഇടയിൽ ആമേൻ വെളിപ്പെടാനിടയാകട്ടെ കർത്താവേ. ഹല്ലേലൂയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. ആമേൻ ഇന്ന് പകൽക്കാലം ചിലത് ആമേൻ ഞങ്ങളുടെ ഇടയിൽ നടക്കട്ടെ, ചില അത്ഭുത പ്രവൃത്തികൾ ഞങ്ങളുടെ ഇടയിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ജീവിതം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ മാതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ ഭവനങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയാകട്ടെ. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ കരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആമേൻ ഇത്രത്തോളം ഞങ്ങളുടെ കൂടെ ഇരുന്ന നല്ല കർത്താവ് തുടർന്നുള്ള ദിവസം ഞങ്ങളെ നടത്തുവാൻ അങ്ങ് ശക്തനാണെന്ന് ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്ന കർത്താവേ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്ന നല്ലതാ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്ന നല്ല ഞങ്ങളുടെ വചനമാണല്ലോ. ഞങ്ങൾ ഒരു മനുഷ്യൻ്റെ മുഖത്തോട്ട് ഞങ്ങൾ നോക്കുന്നില്ല കർത്താവേ. ഞങ്ങൾക്ക് നോക്കാനുള്ളത് അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ കരങ്ങളിലാണ്. ഞങ്ങൾക്ക് നോക്കാനുള്ളത് അങ്ങയുടെ മുഖത്തേക്കാ. ആമേൻ ഞങ്ങളെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തുമില്ല ഉപേക്ഷിക്കത്തുമില്ലെന്ന് അങ്ങയുടെ വാഗ്ദത്ത വചനം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നതിനാ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നോട് കൂടെ ഇരിക്കാമെന്ന് ആമേൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ നല്ലൊരു അപ്പനാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ആ ഒരു ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയം ഹല്ലേലൂയ നുറുങ്ങിപ്പോകാതെ, ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകാതെ ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ അപ്പനിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയം വെക്കാൻ ഈ നാളുകൾ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഭവിക്കട്ടെ. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ തിരിച്ചറിയട്ടപ്പാ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങൾ നിറയപ്പെടാനിടയാകട്ടെ. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രവർത്തികൾക്കായി ഞങ്ങൾ ഇന്ന് പകൽക്കാലം നന്ദി പറയുന്നു കർത്താവേ. ഈ മക്കളെ ഞങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടാൻ പോകുന്നതിനാ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇവിടുന്ന് പ്രാർത്ഥന കേട്ട ദയക്കായി നന്ദി. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. റോമാലേഖനം 3:8 പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി മരിക്കയാൽ ആമേൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്നത് ക്രിസ്തു നാം പാപികളായിരിക്കുമ്പം തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. നാം എങ്ങനെ പാപികളായേ? ആമേൻ നമുക്കെല്ലാവർക്കും അറിയാം. ആദാമാണ് ആദ്യം പാപം ചെയ്ത. ആദാമിൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വന്ന് ഹല്ലേലൂയ ആദാമ്യ പാപം ആമേൻ ആദാം ലംഘനം ചെയ്തത് കൊണ്ടാണ് ആദാമിൽ ആ പാപം കടന്നു വന്നത്. ആദിമ പാപം എന്ന് പറയുന്നത് അനുസരണക്കേടാ. ആദാം പാപം ചെയ്തത് നിമിത്തം ലോകത്തിലുള്ള എല്ലാ മക്കളും പാപികളായി തീർന്നു. ഹല്ലേലൂയ. ഏകൻ്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ആമേൻ ഹല്ലേലൂയ ഏകൻ്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായി നീതീകരണവും വന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത്. ഏക മനുഷ്യൻ്റെ
അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി തീർന്നതുപോലെ ഏക മനുഷ്യൻ്റെ അനുസരണത്താൽ നാം എല്ലാവരും നീതീകരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്ന നമ്മളെല്ലാം പാപികളായി മാറിയെങ്കിൽ, ആമേൻ, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ, ആമേൻ. അവൻ നമുക്ക് വേണ്ടി പാപമായി ക്രൂശിൽ, യേശു പാപിയായിട്ടല്ല തീർന്ന, യേശു പാപമായി നമ്മുടെ മുഴുവൻ പാവവും യേശു ക്രൂശിൽ ഏറ്റെടുത്തത് കൊണ്ട് കർത്താവ് നമ്മളെ നീതീകരിച്ച് നീതിമാന്മാരാക്കി കർത്താവ് നമ്മളെ മാറ്റിയെന്ന ദൈവവചനം വായിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ പാപം മുഴുവൻ യേശു ഏറ്റെടുത്ത്, ആമേൻ, നമ്മളെ നീതീകരിച്ച് നാം ഇപ്പോൾ നീതിമാന്മാരാക്കി കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുക. കർത്താവിൻ്റെ ആ സ്നേഹം എത്ര വലുതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നാം പാപികളായിരിക്കുമ്പം തന്നെ നമ്മളെ സ്നേഹിച്ച ആ കർത്താവ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഹല്ലേലൂയ, നമ്മളിനി പാപികളല്ല, കർത്താവ് നമ്മളെ നീതീകരിച്ചത്, നമ്മൾ നീതിമാന്മാരാ. ആമേൻ. നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്കോ കർത്താവ് മറുപടി നൽകുന്ന ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് പോലെ, ആമേൻ, നാം കർത്താവിൽ വിശ്വസിച്ച് അടുത്തു വരുന്ന തൻ്റെ മക്കളുടെ ജീവിതത്തിൽ, ആമേൻ, ആ നീതീകരണം വന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരാതെ പോകത്തില്ല. ഹല്ലേലൂയ, നമ്മൾ വിശ്വാസത്താലാ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല. നമ്മൾ കർത്താവിനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആമേൻ, നമ്മൾ നീതിമാന്മാരായി മാറുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, ഇന്ന് പകൽക്കാലം ആ നീതി ബോധം നമ്മുടെ ജീവിതത്തിൽ ദൈവമായി കർത്താവ് നമുക്ക് നൽകട്ടെ. കർത്താവ് നമ്മളെ നീതീകരിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധിയിൽ ആ നീതിബോധത്തോടെ ആയിരിക്കാൻ ദൈവമായി കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.